الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരുണ്ട്. അല്ലാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കടം കൊണ്ട് വലയുന്നവരുണ്ട്. അല്ലാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു സലാമത്തിലാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ നമ്മുടെ ഓരോ ദിവസത്തെയും ക്ലാസുകൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അള്ളാഹു തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നവർ, ഉപദേശങ്ങൾ നൽകുന്നവർ, അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആദരവായ ഹബീബുന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഖൈറും ബറക്കത്തും എല്ലാം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം എടുത്തുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യണം. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ എടുത്തുകൊണ്ടൊന്ന് പാരായണം ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. എന്നാൽ ഇന്ന് വിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യുന്നതും അത് പഠിക്കുന്നതുമായ ജനങ്ങള്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവരാണ്, അതിനെ ബഹുമാനിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ആ ഖുർആൻ എടുത്തുകൊണ്ട് ഓതാനുള്ള മനസ്സ് പോലും നമ്മൾ കാണിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, വിശുദ്ധമായ ഖുർആൻ എടുത്ത് മുമ്പിലേക്ക് വെച്ചിട്ട് അത് ഓതാതെ കണ്ട് പുറംതിരിഞ്ഞു നടക്കുന്നവർ, അവരെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. അവന്റെ കലാം ശപിക്കുന്നതാണ്. ആ ഖുർആൻ ഇരുന്നു കൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് കരയുന്നതിന്റെ ഭരണതലമായിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാരെന്റെ ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിക്കുകയാണ്. ഒരുപാട് പരാജയങ്ങൾ സംഭവിക്കുകയാണ്. ആ പരാജയങ്ങൾ മുഴുവനും സംഭവിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കലാം എടുത്തുകൊണ്ട് നമ്മളൊന്ന് പാരായണം ചെയ്യാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ കലാമ് വീട്ടിലിരിക്കുന്നുണ്ട്. ഖുർആൻ ഓതാൻ നമുക്കറിയാം, നമുക്ക് ഖുർആൻ ഓതാൻ അറിയാം. പക്ഷെ അതെടുത്തുകൊണ്ടൊന്ന് ഖുർആൻ ഓതാൻ, അതെടുത്തുകൊണ്ട് പാരായണം ചെയ്യാൻ മനസ്സ് കാണിക്കാതെ തിരിഞ്ഞു പോകുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നു വരികയാണ്. അള്ളാഹുവേ, പലരും ചോദിക്കാറുണ്ട്, ഞാൻ ഗൾഫ് രാജ്യത്തിൽ പോയി കിടന്നുകൊണ്ട് ഒരുപാട് വർഷക്കാലമായിട്ട് കിടന്ന് തെണ്ടുകയാണ്. അള്ളാഹുവേ, രാവൊന്നില്ലാതെ പകലൊന്നില്ലാതെ ഞാൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്, എന്നിട്ട് പോലും എനിക്ക് ബറക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നവര്, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നമ്മൾ ഇരിക്കും, നമ്മുടെ മക്കളുണ്ടല്ലോ, നമ്മുടെ ഭാര്യ ഉണ്ടല്ലോ, അവരാരും നമ്മുടെ വിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യാതെ അല്ലാഹുവേ നീ അയച്ചു കൊടുത്തിരിക്കുന്ന മൊബൈൽ എടുത്തുകൊണ്ട് കാണുകയാണ്. അവര് ദിക്ർ ചൊല്ലേണ്ട സമയം, ഖുർആൻ ഓതേണ്ട സമയം, വിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യേണ്ട സമയമാണ്.
ആ സമയത്ത് അല്ലാഹുവേ സീരിയലുകളും സിനിമകളും കണ്ടുകൊണ്ടിരിക്കുന്നവരെ അല്ലാഹുവിന്റെ ശാപമാണ് ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. വല്ലാതെ സൂക്ഷിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ വേറെ ആരെയും നോക്കേണ്ടതില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കുക. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ടല്ലോ. എന്നാ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ കാണാറുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് ഒരു കളിയല്ല, തമാശയല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബറക്കത്തുകൾ നൽകുന്നതാണ്. ആദരവായ ഹബീബന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്റെ ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാനുള്ള മാർഗം, നിന്റെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാനുള്ള മാർഗം, അത് വിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് നീ എന്ന് പാരായണം ചെയ്യ്. ഒരു ദിവസത്തിൽ ഒരു പേജെങ്കിലും എടുത്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ നിനക്ക് കഴിയുമോ ചെറുപ്പക്കാരാ? എങ്കിൽ നീ വിജയിച്ചടാ പൊന്നുമോനെ, എങ്കിൽ നീ വിജയിച്ചിരിക്കുകയാണ്. ഒരു പേജ് ഖുർആനിന്റെ ഒരു പേജ് എടുത്തുകൊണ്ട് ഓതാൻ, ഒരു ദിവസം എടുത്തുകൊണ്ട് ഓതാൻ അത് നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഭവങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അവസാനിക്കുന്നതാ. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് ദുനിയാവിലേക്ക് കടന്നു വരുന്നത് അത് അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ്. ആ ഖുർആനിനെ കേട്ടുകൊണ്ടാണ് മലായികത്തുകൾ പോലും നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവേ, ആ സമയത്ത് നമ്മൾ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യുന്നവരാണെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് മലായികത്തുകൾ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ദർബാറിലേക്ക് ഒരു ദുആ ചെയ്യുന്നതാണ്. അല്ലാഹുവേ, നിന്റെ വിശുദ്ധമായ കലാം എടുത്തുകൊണ്ട് പാരായണം ചെയ്യുന്ന ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, നീ ഖൈറ് നൽകണേ അല്ലാ. അവന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ. ദീപായത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പൊന്നുമോനെ, നീ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യുമ്പോ നിന്റെ ഉള്ളിലുണ്ടാകുന്ന എന്തെല്ലാം മുറാദുകളുണ്ടല്ലോ, അത് ഈ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യൽ കൊണ്ട് അല്ലാഹു അത് സബലീകരിച്ചു തരുന്നതാണെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ ഓതുന്നതിൽ നമ്മൾ ആരും മടി കാണിക്കേണ്ടതില്ല. ചെറിയ ചെറിയ സൂറത്തുകൾ അറിയാവുന്നവരുണ്ടല്ലോ, വലിയ സൂറത്തുകൾ ഓതാൻ പരിചയമില്ലാത്തവര് ചെറിയ ചെറിയ സൂറത്തുകൾ ഓതാൻ അറിയാമല്ലോ ഉമ്മാ. ആ ചെറിയ സൂറത്തുകളുടെ പ്രത്യേകത എന്തെന്നറിയോ? ആ ചെറിയ ചെറിയ സൂറത്തുകൾ നിങ്ങൾ പാരായണം ചെയ്തു നോക്ക്. സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങളൊന്ന് പാരായണം ചെയ്തു നോക്ക്. സൂറത്തുൽ മുഅവ്വദത്തൈനി ഒന്ന് നിങ്ങൾ പാരായണം ചെയ്തു നോക്ക്. അല്ലാഹുവേ, വല്ലാത്ത പ്രതിഫലമാണ് ഉമ്മാ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സിഹിർ ബാധിച്ചു കിടന്നപ്പോൾ, സിഹിർ ബാധിച്ച് ഒരൊറ്റ കിടത്തമാണ്. റസൂലുള്ളാഹി തങ്ങൾ ഉയരുന്നില്ല, പൊങ്ങുന്നില്ല, ആഫിയത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയി. മരണം വരെ സംഭവിച്ചു പോകുമോ എന്ന് എല്ലാവരും ഭയന്നു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൊറ്റ കിടത്തമാണ്. എന്തുകൊണ്ട് സിഹിർ ബാധിച്ചു പോയതിന്റെ പേരിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ കിടക്കുമ്പോ വനസലൽ മലായികതു നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. സലാം പറഞ്ഞിട്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് വന്നിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ആ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്ന നബിയേ, അങ്ങ്
അങ്ങേക്കതാ ഒരു സിഹർ ഏറ്റിട്ടുണ്ട് നബിയേ, ഒരു സിഹർ ഏറ്റിട്ടുണ്ട്. ആ സിഹർ കാരണമാണ് ഇങ്ങനെ കിടക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഖുൽ യാ റസൂലല്ലാഹ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. അവിടുന്നതാ മുഅവ്വദത്തൈനിയും പാരായണം ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ മന്ത്രിക്കുകയാണ്. ആരാ മന്ത്രിക്കുന്നതെന്നറിയോ? അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മലക്ക്. അല്ലാഹുവേ, ലോകത്തിലേക്ക് കടന്നു വന്ന ഈ 1,24,000 വരുന്ന അംബിയാ മുർസലീങ്ങളില്, അല്ലാഹുവിന്റെ അംബിയാ മുർസലീങ്ങളില് നബിമാരിലേക്ക് വഹി ഇറക്കി കൊടുത്തിരുന്ന ഒരു നബിയാണ്. അല്ലാഹുവേ, അംബിയാ മുർസലീങ്ങളില് അല്ലാഹുവിന്റെ നബിമാരിൽ വഹി ഇറക്കി കൊടുത്തുകൊണ്ടിരുന്ന ഒരേ ഒരു മലക്കെന്ന് പറയുന്നത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് മന്ത്രിക്കുന്നത്. അവിടുന്ന് മന്ത്രിച്ച മാത്രയിൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. സൂറത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കുക. സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വദത്തൈനിയും ഒരുപാട് നീളം പിടിച്ച സൂറത്തുകൾ ഓതണ്ടായി. ചെറിയ സൂറത്ത് വല്ലാത്ത പ്രതിഫലമാണ്. സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ ഖുർആൻ ഖത്തം തീർത്തതിന്റെ പ്രതിഫലമാണെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ സൂറത്തുകളോതാ നിങ്ങൾ മറന്നു പോകരുത്. ദിക്റുകൾ പോലെ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്താൽ, സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹുവേ, നിങ്ങളുടെ ഹൃദയത്തിന്റെ കത്തലങ്ങള് മുഴുവനും പ്രകാശിക്കുന്നതാണ്. അല്ലാഹു ഹിദായത്ത് നൽകുന്നതാണ്. മാത്രമല്ല, ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അവന്റെ ആഖിബത്ത് നന്നാകുന്നതോ, അവന് ഈമാൻ കിട്ടി മരിക്കുന്നതാണ്. അവനാരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ചൊല്ലടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് എന്നൊരു മനുഷ്യൻ പോലും അവന് പറഞ്ഞു കൊടുക്കണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരാൾ പോലും പറഞ്ഞു കൊടുക്കണ്ട. ചില മനുഷ്യന്മാര് സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ നമ്മൾ അടുത്ത് ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര ചൊല്ലിയാലും അവര് ചൊല്ലില്ല. അവരെ കണ്ണുമുകളിലേക്കാണ്. നാക്ക് തളർന്നു പോയതുപോലെയാണ്. നാക്ക് തളർന്നു പോയതുപോലെയാവും ചില ആൾക്കാർ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അപ്പോ നമ്മുടെ ആഖിബത്ത് നന്നാകണമെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്തോ. മാത്രമല്ല, നിങ്ങളെ കച്ചവടത്തിനും ബിസിനസിനും വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോ, ഏതൊരാവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്തോ. 7 പ്രാവശ്യം നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ നിങ്ങൾ ഏതൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണോ കടന്നു പോകുന്നത് ആ ആവശ്യം നിറവേറി കിട്ടുന്നതോ. 7 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. 7 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ, ആ ഇഖ്ലാസ് പാരായണം ചെയ്തിട്ട് നിങ്ങൾ ഏതൊരു ഉദ്ദേശത്തോടു കൂടിയാണോ കടന്നു പോകുന്നത് ആ ഉദ്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
എന്ത് ഉദ്ദേശങ്ങളുമാകട്ടെ ആ ഉദ്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസിന്റെ പവറാണത്. മാത്രമല്ല നിന്റെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഉണ്ടാകും, നല്ല നിഷ്കളങ്കതയുണ്ടാകും, ഇബാദത്തിൽ നല്ല ഭംഗിയുണ്ടാകും, നല്ല ഭക്തിയുണ്ടാകും. ഇബാദത്തെല്ലാം അല്ലാഹു സ്വീകരിക്കുന്ന ഇബാദത്തായി മാറുന്നതാണ്. മാത്രമല്ല വബറകത്തുൻ, അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകുന്നതാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ സമ്പത്തില്, നിന്റെ സന്താനങ്ങളില്, നിന്റെ ജോലിയില്, നിന്റെ ശരീരത്തില്, നിന്റെ ആയുസ്സില്, നിന്റെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബറക്കത്ത് നൽകുന്നതാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസിന്റെ പവിത്രതയെ പറഞ്ഞത്, ഇത്രത്തോളം പവിത്രതയുള്ള ഒരു സൂറത്ത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരു സ്വഹാബിയെ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരെ ഗവർണറായി നിശ്ചയിക്കുകയാണ്. ഒരു സ്ഥലത്തേക്ക് പ്രബോധനം നടത്താൻ വേണ്ടി കടന്നു പോവുകയാണ്. അവിടെ ചെന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിച്ച സ്വഹാബി അവിടെ നിർത്തി. മാസങ്ങൾ കഴിഞ്ഞ് അവിടെ കടന്നു ചെല്ലുമ്പോ അള്ളാന്റെ റസൂലിനോട് അവിടെ ജനങ്ങൾ പറയുന്ന, നബിയെ, ഈ സ്വഹാബി എപ്പോഴും ഓതുന്ന ഒരു സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസ് അല്ലാതെ വേറൊന്നും ഓതാറില്ല നബിയേ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാട്ടിലെങ്ങാണോ ആണെങ്കിൽ അന്ന് തന്നെ ഉസ്താദിനെ പിരിച്ചു വിടും, അല്ലേ? ഇത് എല്ലാ നിസ്കാരത്തിനും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു. ജനങ്ങൾക്ക് വല്ലാത്ത പരാതിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, നബിയേ, എപ്പോഴും നിസ്കാരത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ആണ് പാരായണം ചെയ്യുന്നത്. ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്തേ എല്ലാ നിസ്കാരത്തിലും ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യാനുള്ള കാരണം എന്താണ്? അവിടുന്ന് സഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് തന്നല്ലേ ഞങ്ങളെ പഠിപ്പിച്ചു തന്നത്. അല്ലാഹുവിന്റെ തൗഹീദുള്ള സൂറത്താണ്, ഈമാൻ കിട്ടുന്ന സൂറത്താണ്, ആഖിബത്ത് നന്നാക്കുന്ന സൂറത്താണ്, റിസ്ഖിൽ ബറക്കത്തുണ്ടാകുന്ന സൂറത്താണ്, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്ന സൂറത്താണ്. ഇതെല്ലാം അവിടുന്ന് പഠിപ്പിച്ചു തന്നതാണല്ലോ. ഈ സൂറത്തിന് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന നബിയെ, അതുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ മുഴുവനും ഈ സൂറത്തുൽ ഇഖ്ലാസ് ഞാൻ പാരായണം ചെയ്യുന്നതെന്ന് ഹബീബായ തങ്ങളോട് ഈ സ്വഹാബി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്ന, സ്വഹാബ, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ ഇബാദത്ത് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരാതി പറയണ്ട എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇഖ്ലാസിന് വല്ലാത്ത പ്രതിഫലമാണല്ലോ. അല്ലാഹുവേ, മലായികത്തുകൾ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം ഗുണങ്ങൾ സൂറത്തുൽ ഇഖ്ലാസിനുണ്ട്. അല്ലാഹു തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളോട് ബന്ധപ്പെട്ടവര്, രോഗികളായി കഴിയുന്നവര്, അവർക്കെല്ലാം ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് മന്ത്രിച്ചു കൊടുക്കുക. അല്ലാഹു ശിഫയാക്കും, അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. അതേപോലെ തന്നെ ഒരുപാട് ആവശ്യങ്ങൾ, ജോലികൾ, വിസ ശരിയാകാന്, ഗൾഫിൽ പോകാന്, കച്ചവടങ്ങൾ ശരിയാൻ എല്ലാം സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട് ഇൻഷാ അല്ലാഹ് റെഡിയാകും. അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.